ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ എത്ര നാളായാലും ഒരു വീഡിയോ ഇട്ടിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും അമ്മിയും കൂടെയുള്ള ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ അമ്മിയെ എണീപ്പിച്ചു. പക്ഷേ ബ്രഷ് ചെയ്യാനുള്ള ഒരു കഷ്ടപ്പാടാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാൻ മടിയൊന്നുമില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ അമ്മ വളരെ ആക്റ്റീവായിട്ട് അമ്മ ബ്രഷ് ചെയ്യാനൊക്കെ വളരെ ഇൻട്രസ്റ്റോടെ സന്തോഷത്തോടെ ഇരിക്കാറുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ നല്ല മടി കാണിക്കാറുണ്ട്. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂഡൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിപ്പിച്ച് അങ്ങനെയൊക്കെ ശ്രമിച്ച് നോക്കി. പക്ഷേ സംഭവം അങ്ങോട്ട് ഏറ്റില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ അവസാനത്തെ അറ്റ കൈ പ്രയോഗമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് പിടിച്ചിരുത്തി പല്ല് തേപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ അറ്റ കൈ പ്രയോഗം. അപ്പോൾ ഒന്നും നടന്നില്ലെങ്കിൽ അതാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ പിടിച്ചങ്ങോട്ട് ഇരുത്തി പല്ല് തേപ്പിക്കും. ആദ്യം ഒന്ന് കരയും. പക്ഷേ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ആൾ ഓക്കെയാണ്. പിന്നെ ഈ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രഷ് ചെയ്യും. അപ്പോൾ കണ്ണേട്ടനാണെങ്കിൽ രാവിലെയും രാത്രിയിലും ബ്രഷ് ചെയ്യിപ്പിക്കും. ഞാൻ ചില സമയങ്ങളിൽ രാത്രി ബ്രഷ് ചെയ്യിക്കാൻ മറന്നു പോവും. അത് എൻ്റെ മാത്രം തെറ്റാണ്, എൻ്റെ ഭാഗത്തെ തെറ്റാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കലാപരിപാടി എങ്ങനെയൊക്കെയോ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കാറ്. അതങ്ങനെ ഒരു ശീലമാക്കിക്കൊണ്ട് വരുവാണ്. അമ്മ എണീറ്റ് വരുമ്പോഴേ പാല് ചോദിച്ചിട്ടാണ് വരാറ്. പക്ഷെ ഞാനത് ബ്രഷ് ചെയ്തിട്ടേ കൊടുക്കൂ എന്നുള്ളതൊരു ശീലമാക്കി കൊണ്ടുവരുവാണ്. അപ്പോൾ അമ്മയ്ക്കിപ്പം കൊടുക്കുന്നത് പശുവും പാലാണ്, നാടൻ പശുവും പാലാണ് കൊടുക്കാറ്. കാരണം ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം എനിക്ക് 4 മാസമായി. കറക്റ്റ് അമ്മയ്ക്ക് 2 വയസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം അമ്മ പൊടിപ്പാലുകളൊന്നും കുടിക്കുന്നില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാടൻ പശുവും പാൽ മാക്സിമം കിട്ടുമ്പോഴെല്ലാം നാടൻ പശുവും പാൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പാക്കറ്റ് പാൽ കുറവാണ് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ പശുവും പാൽ അമ്മി കുടിക്കാറുണ്ട്. അമ്മി ചോദിച്ച് വാങ്ങിച്ച് കുടിക്കും കേട്ടോ. അപ്പം ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് അമ്മി 2-3 പ്രാവശ്യം അമ്മി ചോദിക്കുമ്പോഴൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. കാരണം അല്ലെങ്കിൽ കരയും, വാശി പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 2 നേരമാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. കാരണം പാൽ മാത്രം കുടിച്ചു കഴിഞ്ഞാൽ ഫുഡടി വളരെ കുറച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെയും വൈകിട്ടും മാത്രം പാൽ. രാവിലെ പാൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഭയങ്കര പവറാണ്. പിന്നെ വളരെ ആക്റ്റീവായിട്ട് ഓടി നടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാൽ കുടിക്കുന്നതുകൊണ്ട് ഒരു 1/4-3 മണിക്കൂർ കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊടുത്താൽ കഴിക്കത്തുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് വെച്ചിട്ട് പോവും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കൊടുക്കാൻ നേരത്തൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫോണിൽ പാട്ടൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ഇവിടെ ടി വിയിൽ വീഡിയോ കണക്ട് ചെയ്യാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് മൊബൈലിൽ കൊടുക്കുന്നത്. എനിക്കും വലിയ യോജിപ്പില്ല മൊബൈലിൽ വീഡിയോ കാണിക്കുന്നതുകൊണ്ട്. പിന്നെ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു ആൾ. അപ്പോൾ ഗൈസ്, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, അമ്മയുടെ സർജറി ഇങ്ങനെ പോസ്റ്റ്പോൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് നടക്കാത്തതെന്ന് എനിക്കറിയില്ല. ഇത്രയും നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 3 months ആവാൻ പോകുന്ന ഈ സർജറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഓക്കെ. ഇപ്പോൾ ലാസ്റ്റ് അമ്മയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ കാരണമാണ് പിന്നെയും പോസ്റ്റ്പോൺ ആയത്. നമ്മൾ ഓൾറെഡി അഡ്മിറ്റ് ആയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് യൂറിനറി ഇൻഫെക്ഷൻ കണ്ടുപിടിച്ചത്. പിന്നെ ഒരു 1 week നമ്മൾ അവിടെ കിടന്നു, ഹോപ്പിംഗ് ദാറ്റ് ക്ലിയർ ആവും, നമുക്ക് ഉടനെ സർജറി ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ യൂറിൻ കൾച്ചർ ചെയ്ത് അതും കൂടെ പെർഫെക്റ്റ് ആയാലേ ചെയ്യത്തുള്ളൂ. ഡോക്ടർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ സർജറിക്ക് ശേഷവും ഈ പറഞ്ഞ കണക്ക് നമ്മൾ ട്യൂബൊക്കെ ഇടുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ്റെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓക്കെ മെഡിസിൻ കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് അമ്മയുടെ ആൻറ്റിബയോട്ടിക് മെഡിസിൻ കഴിഞ്ഞു. നാളെയാണ് അമ്മയ്ക്ക് യൂറിൻ കൾച്ചർ ചെയ്യേണ്ട ഡേറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡോക്ടറെ പോയി കണ്ട് റിക്വസിഷൻ ഫോം വാങ്ങിയിട്ട് അവിടെ തന്നെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്, ഹോസ്പിറ്റലിൽ തന്നെ. അപ്പം അവിടുന്ന് ബോട്ടിൽ കളക്ട് ചെയ്ത് നാളെ നമ്മൾ രാവിലെ ആണ് അവിടെ കണ്ണം കൊണ്ടേ കൊടുത്തോളൂ. അപ്പോൾ കണ്ണം വന്നിട്ടുണ്ട് ആക്ച്വലി ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഡോക്ടറെ കണ്ട് സംസാരിക്കണമല്ലോ, ഇനിയും ഇതിങ്ങനെ എന്താണ് നീണ്ടു പോകുമോ എന്നൊക്കെ ഉള്ളതൊന്ന് ഡിസ്കസ് ചെയ്യണം ഡോക്ടറായിട്ട്. അപ്പോൾ ഇപ്പോൾ പുനലൂർ പോകണം ഇനി. അപ്പോൾ ഞാൻ റെഡിയാവണം, അമ്മയെ റെഡിയാക്കണം. അമ്മയെ കൊണ്ടുപോകാതിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. വെയിലാണ്, പക്ഷെ എന്നാലും കൊണ്ടുപോകാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയെ കൊണ്ടുപോകണം. തൊപ്പിയൊക്കെ വെച്ച് കൊണ്ടുപോകാൻ 2 വീലറേ ഉള്ളൂ, കാറില്ല. അതും ഒരു ടാസ്ക്കാണ്. ഏതായാലും പോയി നോക്കാം. എന്തായാലും നമുക്ക് ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. എന്തായാലും പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ.
നമ്മളിതേ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. മഴ ആയതുകൊണ്ട് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ അമിയെ വണ്ടി ഇരുന്ന് ഉറങ്ങിപ്പോയി. ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറുടെ ഇന്നത്തെ തിയേറ്റർ ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അപ്പോൾ ഒരു മണിക്കൂറോളം നമ്മളവിടെ പോസ്റ്റായിട്ട് ഇരുന്നതിന് ശേഷമാണ് ഡോക്ടറെ കണ്ടത്. അമിക്ക് തിരിച്ചു പോവണ്ടാന്ന്, തിരിച്ച് വണ്ടി കയറി പോവണ്ടാന്ന്. ഇത്ര നേരം പോകണമെന്നായിരുന്നു വേണം. നീ ഇവിടെ നിന്നോന്ന്. മഴ വരുന്നുണ്ടല്ലോ. അങ്ങോട്ട് പോയപ്പോൾ നല്ല മഴയായിരുന്നു, നല്ല വെയിലായിരുന്നു. ഞാൻ കണ്ടതിനും വെയിറ്റ് ലോസിനെ കുറിച്ചുള്ള സീരിയസ് ഡിസ്കഷൻ്റെ ബാക്കിയാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് നമ്മളിത് ഒരു കടയുടെ മുമ്പിൽ കയറി നിൽക്കുവാണ്. നമ്മൾ വീട്ടിലെത്തി, ഡോക്ടറെയൊക്കെ കണ്ടു. അപ്പോൾ നാളെ യൂറിൻ കൾച്ചറിന് കൊടുക്കണം. അപ്പോൾ തിങ്കളാഴ്ച റിസൾട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ചൊവ്വാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, ഇപ്പോൾ എനിക്കങ്ങനെ ഹോപ്പ് വെക്കാൻ തോന്നുന്നില്ല. കാരണം ഹോപ്പ് വെച്ച് ഹോപ്പിൽ തന്നെ എനിക്ക് വിശ്വാസമില്ലാതെ. അപ്പോൾ ഏതായാലും നോക്കട്ടെ. സോ ഭക്ഷണം ഞാൻ അവിടുന്ന് അമ്മയ്ക്ക് ഫുഡ് കഴിക്കേണ്ടത് കൊണ്ട് 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവൾക്ക് വിശന്നാകുന്ന വെച്ചാൽ അവിടുത്തെ ക്യാനിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിച്ചു. ഞാനും അപ്പോൾ അതിന് കുറച്ച് കഴിച്ചു. അപ്പോൾ അത് മതി. ഇപ്പോൾ ഓൾമോസ്റ്റ് 4 മണിയായി. നമ്മൾ ചായ എന്തെങ്കിലും കുടിക്കട്ടെ. പാൽ കുടിച്ചാ ഇനിയുണ്ടോ? ഉണ്ടോ? തീർന്നോ പാൽ കുടിച്ച്? സ്ട്രോങ് ആയാ? നമുക്കിട്ട് സ്ട്രോങ് ആയാ? എങ്ങനെയാ സ്ട്രോങ് കാണിച്ച്? കുട്ടൻ വരുന്നുണ്ട്. നോക്ക്, ഇതുണ്ട് ബാഹുബലി. എന്ത് ആ ആരാ? ദാമോദരൻ അപ്പൂപ്പൻ അങ്ങോട്ട് പോയല്ലേ? അപ്പൂപ്പനെ നോക്കാൻ പോയതാണോ? എന്തിനാണ് അവിടെയൊക്കെ കയറി നിൽക്കുന്നത്? വീഴൂലേ താഴെ? വൈകുന്നേരം ഇങ്ങനെ ഇവിടെ കുറേ കരിയിലക്കിളിയൊക്കെ വന്നിരിക്കാറുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കരിയിലക്കിളിയെ കാണുന്നുണ്ടോ? കുറേ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും പറന്നു പോയതാണ്. ഇവിടെ മാമനും മാമിക്കും ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെയുള്ള ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഏതാ പോകുന്ന അറിയോ? ഇത് ആദ്യമായിട്ട് ഇവിടെ പിടിച്ചു കേട്ടോ, പാരിജാതം. പിന്നെ മേളിൽ കാണുന്നത് നെയ്ക്കുമ്പളങ്ങയാണ്. ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട് കേട്ടോ, കുമ്പളങ്ങ. അങ്ങനെ കുറച്ചധികം പോകും. പിന്നെ കുറേ തുളസിയൊക്കെ ഉണ്ട്. ഇതേ കൃഷിക്ക് വാഴക്കന്നും മഞ്ഞളും ഒക്കെ നടാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുവാണ്. കപ്പ അതൊക്കെ. പിന്നെ ഇങ്ങോട്ടൊക്കെ മുളക്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പാഷൻ ഫ്രൂട്ട് ആയി വരുന്നതേ ഉള്ളൂ. ഒരു പാഷൻ ഫ്രൂട്ട് ഏകദേശം വിളഞ്ഞൊക്കെ നിൽപ്പുണ്ട്. നേരത്തെ നല്ല രസമായിരുന്നു. അവിടെ കുറേ തക്കാളിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്താ പറയുക, വിളവെടുപ്പ് കഴിഞ്ഞു. ചെടിയെല്ലാം നമ്മൾ പിച്ചി മാറ്റി. ഇനി വേറെയൊക്കെ നടാൻ വേണ്ടിയിട്ട് വിത്തും സാധനങ്ങളൊക്കെ മാമ കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ. ഇവിടെ കുറച്ച് സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കൂവയില്ലേ, കൂവക്കിഴങ്ങ്, അതാണ് ആ നിൽക്കുന്നത്. പിന്നെ ഇപ്പം ചേമ്പ് അതൊക്കെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പുറത്തെ വീട്ടിലെ കോഴികളാണ് അവർ വന്നത്. ചേമ്പിൻ്റെ ഇലയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൊത്തി തിന്നുകൊണ്ടിരിക്കുക. ഓടിക്കോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ വീഡിയോ ചെയ്യുന്നത്, കാരണം അന്നിങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
തക്കാളി, വെണ്ട, അമരയ്ക്ക. അമ്മി തക്കാളിയൊക്കെ പിച്ചുന്ന ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ഞാൻ പണ്ടിട്ടിട്ടുണ്ടായിരുന്നു. പണ്ടല്ല, ഒരു 3-4 മാസം മുന്നേ ആയിരുന്നു. അപ്പോൾ അതിനകത്തിങ്ങനെ അമരയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ, അങ്ങനെയൊക്കെ റെഡ് കളറിലെ വെണ്ടയ്ക്കയുണ്ട്. ഒരു പറഞ്ഞ അമ്മ വിത്തിന് വേണ്ടി വിളഞ്ഞ് നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇന്ന വെണ്ടയ്ക്ക, പനിക്കൂർക്ക. ശരിക്കും ഈ പനിക്കൂർക്കയാണോ നമ്മൾ എന്താ പറയുക മറ്റേ ഒറിഗാനോ എന്ന് പറയുന്നത്? എനിക്ക് സംശയമുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഒറിഗാനോ ഇത് ഡ്രൈഡ് ലീഫാണെന്നുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് വഴുതനങ്ങയും എന്താ ഇത് കാച്ചിലാണെന്ന് തോന്നുന്നു, അതേന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മറ്റേ നമ്മുടെ സാധാ വെണ്ടയാണ്. പിരിച്ച് കുറേ നമ്മൾ പിരിച്ച് ഇതിനകത്ത് നീ അതാണ് ഈ നിൽക്കുന്നതൊക്കെ. ഇത് കണ്ടോ, ഇത് മഞ്ഞളാണ്, സാധാ മഞ്ഞളല്ല, കരിമഞ്ഞളെന്ന് പറയും. ഭയങ്കര മെഡിസിനൽ പ്ലാന്റാണ്. പിച്ചല്ലേ അപ്പം വഴക്ക് പറയും. ശംഖുപുഷ്പം ഇതെല്ലാവരും ഉണ്ടാവുമല്ലോ. പിന്നെ ഇതൊക്കെ ഒരു സൈസ് ചീരയാണ്, അതായത് ഈ ഒരു റെഡ് കളർ ഷെയ്ഡ് വരുന്ന ഇലയുള്ളത്. നമ്മൾ തോരനൊക്കെ വയ്ക്കാൻ എടുക്കുന്ന ഒരു സൈസ് ചീരയാണ്. അതിൻ്റെ പേര് എനിക്കറിയില്ല, നാളെ അറിയായിരിക്കും. ആ ചീര മാമൻ ആക്ച്വലി നമ്മുടെ ഫിറോസ് ചുറ്റിപ്പാറയിൽ ഒരാളെന്താ കാണിക്കുന്നതാണോ ബാക്കി? ഞാൻ വരൂല എടുക്കാൻ, നിന്നോട് ആര് പറഞ്ഞ് കയറാൻ? ആ എടുത്തില്ല. ഇവിടെ കയറിയത് എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിക്കും. ആര് പറഞ്ഞ് കയറാൻ? അമ്മി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ചീര നമ്മുടെ ഫിറോസ് ചുറ്റിപ്പാറയുടെ എന്ന് മാമ ഓൺലൈനിൽ വാങ്ങിച്ച് കിളിപ്പിച്ചാണ്. പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത്ര, എനിക്ക് ഓർമ്മയില്ല, ഞാൻ കുഞ്ഞായിരുന്നപ്പോഴായിരുന്നായിരിക്കും. അപ്പോൾ മാമൻ അത് കണ്ടപ്പോൾ നൊസ്റ്റു അടിച്ചു, അങ്ങനെ മാമൻ മേടിച്ച് ഇവിടെ വീണ്ടും കിളിപ്പിച്ചതാണ്. തോരനൊക്കെ വെച്ച് കഴിക്കാൻ നല്ലതാണ്. നേരത്തെ ഈ പറമ്പിലായിരുന്നു ഫുൾ എന്താ പറയുക കൃഷി. തക്കാളി, ചീര, വെണ്ടയ്ക്ക, പയറ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം എല്ലാം പുല്ല് പിടിച്ച് നിൽക്കും. ഇതെല്ലാം ഇനി നാളെ മറ്റന്നാളൊക്കെ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്യും. എവിടെ പോവാമീ? എബാഡ്. അപ്പം മീൻ മേടിക്കാൻ പോവാ. അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും മഴ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഫുള്ളൊരു മഴ ദിവസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കടയിലൊക്കെ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മി എന്നെ കളിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഈ കളി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. മുട്ടായിയോ? അമ്മയ്ക്ക് വാങ്ങിത്തരുമോ? അമ്മ സൈക്കിളിൽ പോയി അമ്മയ്ക്കൊരു മുട്ടായി വാങ്ങിച്ചിട്ട് വാ. ഒരു മിഠായി വാങ്ങിച്ചു തരുമോ? യെസ്.
കൊച്ചിന്റെ ബോൾ എടുത്തിട്ട് പോയി. അമ്മയുടെ ബോൾ മുത്തശ്ശി എടുത്തിട്ട് പോയി. വെരി നൈസ്. അവിടെ എന്താ പൊന്ന? നമ്മൾ എന്ത് പാപ്പു അമ്മ കഴിച്ച രാത്രി? കണ്ണമാമൻ പാപ്പ മേടിച്ചോണ്ടോ? എന്ത് പാപ്പ മേടിച്ച കണ്ണമാമൻ? ബിരിയാണി അല്ല, മന്തി. നമ്മൾ ഉച്ചക്ക് ബിരിയാണി കഴിച്ചല്ലേ? ഇന്ന് നല്ല ഫുഡ് അടിയായിരുന്നു എല്ലാരും. ഞാനും അമ്മ നല്ല ഫുഡ് അല്ലായിരുന്നോ? ഇഷ്ടപ്പെട്ടോ അമ്മയ്ക്ക്? ചിക്കൻ ഇഷ്ടപ്പെട്ടോ? അമ്മയ്ക്ക് ചിക്കൻ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അമ്മ ചിക്കനൊക്കെ കഴിക്കും. കള്ളനോട്ടം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഡേ അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. അടുത്ത വീഡിയോ കാണാം. പറ, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.